അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്കൂളിലെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് പോളിസിസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത് കാരണം നമുക്കിതൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നേ. ബുക്കും പേനയും മാർക്കറും ഒക്കെയാണ് പാക്ക് ചെയ്ത് തന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ട്രഡീഷണൽ ഫുഡായ ഡിസ്ക് റോഷിയും മസുണിയും കട്ടൻ ചായയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഹോൾ അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. നൗഫലായിരുന്നു ഇൻചാർജ്, ബാക്കിയെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ പോയി നിന്ന് കഥ പറഞ്ഞും ഇതൊക്കെ എല്ലാം ചെയ്യുകയായിരുന്നു. സാമൻ സാറും ഫിറോസ് സാറും കൂടി ഭയങ്കര കഥ പറച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അലി ബുഹാരി എന്നാട്ടോ ഈ മരത്തിൻ്റെ പേര്. ഇത് രണ്ടെണ്ണം നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ടില്ല. അതിൻ്റെ കായൊക്കെ നിഖിൽ എനിക്ക് പറിച്ചു തന്നു. നാളത്തെ സ്പെഷ്യൽ അസംബ്ലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോളൊക്കെ അറേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ഇനി ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഗേറ്റ്, ബാക്ക് ഡ്രോപ്പ്, പിള്ളേർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, അതൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇത് ഫൗണ്ടേഷൻ സ്റ്റേജിലെ കുട്ടികൾക്ക് ക്രൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബഗ്ഗിൻ്റെത്. സ്റ്റാഫ് റൂമിൽ ഇന്ന് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. കാരണം കുട്ടികളെ നാളെ റിസീവ് ചെയ്യണ്ടേ, അവരും പുതിയ വർഷത്തിലേക്ക് വരികയാണല്ലോ. അതിൻ്റെ ഒരു ഉത്സാഹം എല്ലാ ടീച്ചേഴ്സിനും ഉണ്ട്. എന്തായാലും നമ്മൾ ബഗ്ഗിനെയൊക്കെ കട്ട് ചെയ്ത് ക്രൗൺ ഉണ്ടാക്കാനായിട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് നൗഫലും നിഖിലും ബലൂൺസൊക്കെ വിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റിൻ്റെ അവിടെ വെൽക്കം ചെയ്യാൻ ഒരു ആർച്ച് പ്രിപ്പയർ ചെയ്യാനും പിന്നെ ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മിഠായി അതിനകത്ത് വെച്ചിട്ട് ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്രിയേറ്റീവാണ് ഇവിടുത്തെ ആളുകൾ. അതാണ് ഈ മോദീസിനവരുടെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ക്രിയേറ്റീവാണ്. അത് ഈ ഒരു സ്കൂളിലെന്നല്ല, എല്ലാ സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ്. മോൾഡേഴ്സിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ ഫ്ലവേഴ്സും ബാക്ക് ഡ്രോപ്പ് പ്രിപ്പറേഷനും, ഏതൊരു പരിപാടി വന്നാലും ബാക്ക് ഡ്രോപ്പ് പ്രിപ്പറേഷൻ, കുറേ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ കാണും. ലിറ്ററലി നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ കൊളീഗ്സുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും എൻജോയ് ചെയ്തിരുന്ന, അതായത് റിലാക്സ് ചെയ്ത് ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യുന്ന ആ ഒരു ടൈം ഭയങ്കര ഫണ്ണാണ്. അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും കൂടി ഇരുന്ന് ഇന്ന് 2:45 വരെയൊക്കെ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്തു. 2 മണിക്ക് ഇറങ്ങേണ്ടതാണ്, പക്ഷെ ബാക്കി ഓവർ ടൈം ഇരുന്ന് നമ്മുടെ പണികളൊക്കെ ചെയ്തു. അങ്ങനെ 2:45 കഴിഞ്ഞപ്പോഴത്തേക്കും സൈൻ ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി. 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനവിടെ ഒറ്റയ്ക്ക് മാറിയായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ 98 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. only 2 more to 198 എന്ന് പറയുന്നത് കാണുന്നവർക്ക് ഒരു ചെറിയ സംഖ്യയായിട്ട് തോന്നും, പക്ഷേ എനിക്ക് അങ്ങനെ അല്ല കേട്ടോ. അപ്പം ഇങ്ങനത്തുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.